ഹലോ. അപ്പം നമ്മുടെ നിക്കാപ്പി കഠിനമായി പരിശ്രമിക്കുകയാണ് കേട്ടോ. ആ കല്ല് അവൻ അതിനകത്ത് ഇടണം. കുറേ നേരമായിട്ട് നടക്കുന്നില്ല, അപ്പോൾ അവൻ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വന്നത് ഇത് പറയാനല്ല. ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരം കനകക്കുന്ന് നിൽക്കുകയാണ് കേട്ടോ. അവിടെ ലൈറ്റ് ഷോയും ഫ്ലവർ ഷോയൊക്കെ കാണാനായിട്ട് കനകക്കുന്ന് വരെ വന്നതാണ്. നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഇടയ്ക്ക് വെച്ച് എന്തോ VIPs ആരോ പോയപ്പം കുറച്ച് നേരം പിടിച്ചിടുകയും കൂടെ ചെയ്തുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ട്രാഫിക്കായിരുന്നു. പിന്നെ എങ്ങും വണ്ടി നിർത്താൻ സമ്മതിക്കത്തില്ല. പിന്നെ ഞങ്ങൾ വണ്ടി കൊണ്ട് ഇറക്കിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് അഡൽട്ട്സിന് 50, 5 തൊട്ട് 12 വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്. അതെടുത്ത് കുഴപ്പമില്ല, കാണാനുണ്ട് കേട്ടോ. കുറച്ച് നടക്കണം, നല്ലൊരു എക്സസൈസും കൂടെയാണ്. അത് മൊത്തം നടന്ന് ഇറങ്ങി വരണം. അപ്പം ഇതിനു മുമ്പ് കനകക്കുന്നിൽ പോയവർക്കാണെങ്കിൽ അറിയാം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പം അത്രത്തോളം നടക്കാനുണ്ട് കേട്ടോ, കാണാനും ഉണ്ട്. എല്ലായിടത്തും പൂക്കളും ലൈറ്റ്സും ഒക്കെ കാണാനുണ്ട് കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാം. അല്ലാതെ ഭയങ്കര വലിയ സംഭവമാക്കി പോണ്ട. പൂക്കളും ലൈറ്റ്സ് അതാണ് അതിൻ്റെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. ചെടികളെയൊക്കെ സ്നേഹിക്കുന്നവർക്കും ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ പോയി കാണാൻ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അതിൻ്റെയൊക്കെ പേരുകളുണ്ട്. അപ്പം നല്ല ഭംഗിയാണ്, എല്ലാം ഇങ്ങനെ പൂത്ത് ഒരുമിച്ചത് കാണുമ്പോഴുള്ള ഭംഗി. അപ്പം ഞാൻ വീഡിയോയിൽ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ചിലപ്പം തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ കൈവച്ചൊക്കെ എല്ലാം എടുക്കുന്നേ, അപ്പോൾ അതിൻ്റെയൊക്കെയാണ് കേട്ടോ. നല്ല ലൈറ്റ്സ് ആയിരുന്നു. ഇത് വ്യാളിയുണ്ടല്ലോ നമ്മുടെ, അതിൻ്റെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ നല്ല ലൈറ്റ്സ് ആകുമ്പോൾ നമ്മുടെ ഫോണിൽ അത്ര വലിയ ക്യാമറ ക്ലാരിറ്റി ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ മുഖം ഞാൻ ദൂരെ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്, നമുക്കൊരു വെറൈറ്റി. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് എല്ലാവരും കൂടെ ചില്ല് ചെയ്ത് നടന്ന് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അകത്തോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞങ്ങൾ കുറച്ച് താമസിച്ച് വന്നതായതുകൊണ്ട് നമുക്ക് തിരിച്ച് വീടെത്തേണ്ടതുണ്ടായതുകൊണ്ട് ഞങ്ങളങ്ങ് നടന്ന് പോയി കണ്ടുപോയതാണ്. പക്ഷേ കുറച്ച് ഇരുന്ന് സമാധാനത്തിലൊക്കെ പോകണം എന്നുള്ളവർക്ക് നല്ല രസമാണ് കേട്ടോ. ഓരോ സ്ഥലവും ചെന്ന് ഇരുന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടെ ഇരുന്ന് നല്ല ഭംഗിയാണ്. കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ പൂക്കൾ കണ്ടോ, വളരെ മനോഹരമായ പൂക്കൾ. നമുക്കിങ്ങനെ ഒന്നിച്ചിരിക്കുമ്പം ആ ഒരു ഭംഗിയുണ്ടല്ലോ, പൂക്കളുടെ ഭംഗി, അതൊക്കെ ആസ്വദിക്കുന്ന നല്ലതായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ ക്രിസ്മസ് തീമിൻ്റെ കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ന്യൂ ഇയർ, ക്രിസ്മസ്, പൂക്കൾ കൊണ്ട് അലങ്കരിച്ചത്, ലൈറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പോയി കാണുക. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കനകക്കുന്ന് പാലസിൻ്റെ അടുത്ത് എത്തി. പാലസിന് ചുറ്റും പൂക്കളാണ് കേട്ടോ.